Good morning. Jinsi. Good morning, ma'am. Okay, mute ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ജിൻസി, പ്രേയറിന് റെഡി ആണോ ജിൻസി? Yes, ma'am. Okay, then start. Hello? ജിൻസി സ്റ്റാർട്ട് ചെയ്തോളൂ. Okay, ma'am. കേൾക്കാം, ma'am. Thank you for this wonderful morning and for your beautiful creation that created for us to enjoy our lives in this earth. Let us pray the creation of our God to be with us always and forever. Be with us, Lord, today. Okay, ജിൻസി. Okay, then അഫ്ന. ബാക്കിയല്ല, ജിൻസി മ്യൂട്ട് ചെയ്തോളൂ ജിൻസി. Okay. Then അഫ്ന. Okay, അഫ്ന. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ? നമ്മള് ഫാറ്റ് എന്താന്ന് പഠിച്ചു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് ഫാറ്റ്. പിന്നെ പ്രോട്ടീന്റെ ഘടനയ്ക്ക് ഇത് സഹായിക്കുന്നു. അതിന് എക്സാമ്പിൾ ആണ് ബട്ടർ, എഗ്, മിൽക്ക്, ഫിഷ്, മീറ്റ്, സൺഫ്ലവർ ഓയിൽ എന്നിവയൊക്കെ. രണ്ട് തരത്തിലുള്ള ഫാറ്റ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡും. റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിൽ വരുന്നതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്. അത് ബ്ലഡ് കൊളസ്ട്രോൾ കൂട്ടും. ചീസ്, ഗീ, ബട്ടർ ഒക്കെയാണ് അതിന് എക്സാമ്പിള്. അൺസാച്ചുറേറ്റഡ് ലിക്വിഡ് ഫോം ആണ്, ഓയില്. പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങള്, റൈസ്, തണ്ണിമത്തൻ, ഷുഗർ, അങ്ങനെയൊക്കെ വറുത്തവയൊക്കെയാണ് അതിന് എക്സാമ്പിള്. പ്രാധാന്യം എനർജി പ്രൊഡ്യൂസ് പ്രൈമറി. പിന്നെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ, മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നു. മിനറൽസ് ആൻഡ് സോളിഡ്സ്, എഗ്, ഡയറി പ്രോഡക്ട്സ്, പൈനാപ്പിൾ, ഗ്രൗണ്ട്നട്ട്, മിൽക്ക്, ഫിഷ്, മീറ്റ്, അതൊക്കെയാണ് എക്സാമ്പിള്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ടിഷ്യൂവിന്റെ ഗ്രോത്തിനും സഹായിക്കുന്നു. കാൽസ്യം, പൊട്ടാസ്യം, കോപ്പർ, അയഡിൻ, ഫോസ്ഫറസ്, അങ്ങനെയൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. കാൽസ്യം എല്ലുകളുടെ വളർച്ചയ്ക്കും അയൺ വിളർച്ചയെ തടയുന്നതിനും. പിന്നെ അതിന് ഇലക്കറികള്, ശർക്കര, ലിവർ, വെജിറ്റബിൾസ് ഒക്കെ ആവശ്യമാണ്. പിന്നെ വിറ്റാമിൻ, നമ്മുടെ ഹെൽത്തിനും അത്യാവശ്യമായിട്ടുള്ള ഘടകം. അത് രണ്ട് തരത്തിലുണ്ട്, വാട്ടർ സോളിബിളും ഫാറ്റ് സോളിബിളും. വാട്ടർ സോളിബിൾ വിറ്റാമിൻ ബി, സി ഒക്കെ, അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നെ ഫാറ്റ് സോളിബിൾ എയും ഡിയും കെയും, അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യില്ല. അതുകൊണ്ട് എല്ലാ ദിവസത്തെ ഭക്ഷണത്തിൽ അത് ഉൾക്കൊള്ളിക്കണം. തിരിഞ്ഞു പോയില്ലേ? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാ? വൈറ്റമിൻ ബി ആൻഡ് സി ആണ്. അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, ഫാറ്റ് സോളിബിൾ ആണ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. ADEK ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ന്യൂട്രീഷൻ ഞാൻ റീഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിരുന്നു. എല്ലാവരും റീഡ് ചെയ്തായിരുന്നോ? ന്യൂട്രീഷൻ എന്താണ്? ന്യൂട്രീഷൻ നാം കഴിക്കുന്ന ഫുഡ്, ആ ഫുഡ് എന്തായിട്ട് മാറുന്നുണ്ട്? ശരീരത്തിന്റെ ഗ്രോത്തിന് അല്ലെ, അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്, റിപ്പയറിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണ്? നമ്മൾ ഫുഡ് കഴിക്കുന്നു. ആ ഫുഡ് ശരീരത്തിന്റെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും പിന്നെ എന്തിനൊക്കെ വേണ്ടിയാണ്? മെറ്റബോളിസത്തിനും ദെൻ റിപ്പയറിങ്ങിനും, ടിഷ്യൂസിന്റെ റിപ്പയറിങ്ങിനും ശരീരം ആ ഫുഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയാണ് ഫുഡ് കഴിക്കേണ്ടത്? നമ്മുടെ ഗ്രോത്തിന് വേണം അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ഏതാണ് ഫുഡ് കഴിച്ചിരിക്കണം. എങ്ങനെയുള്ള ഫുഡാണ് കഴിക്കേണ്ടത്? ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള എല്ലാ പോഷകാഹാരങ്ങളും അടങ്ങിയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. ഓക്കെ, പിന്നെ മെറ്റബോളിസം എന്തായിരുന്നു? നമ്മൾ കഴിക്കുന്ന ഫുഡ്
ഓക്കെ, എന്താ മെറ്റബോളിസം? നമ്മൾ കഴിക്കുന്ന ഫുഡ് എനർജി ആയിട്ട് മാറുന്ന പ്രോസസ് ആണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടിഷ്യൂസിന്റെ റിപ്പയറിങ്ങിനും ഈ ഫുഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ നമ്മൾ ഈ കഴിക്കുന്ന ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകത എന്താണ്? ന്യൂട്രീഷണൽ നീഡ്സ് എന്തൊക്കെയായിരിക്കാം? ഓക്കെ, ലിമി പറയാം, എന്തൊക്കെയായിരിക്കാം ന്യൂട്രീഷൻ? നമ്മൾ കഴിക്കുന്ന പോഷകാഹാരത്തിന്റെ ആവശ്യകത എന്തൊക്കെയായിരിക്കാം? നമ്മുടെ ഗ്രോത്തിന് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എന്താണ്, ഉയർന്ന മെറ്റബോളിക് ഡിമാൻഡിനും ആവശ്യമായ കലോറി ലഭിച്ചിരിക്കണം. ഓക്കെ, എന്താണ് കലോറി? നമ്മൾ കഴിക്കുന്ന ആ ഫുഡിന്റെ അളവിനെയാണ് കലോറി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്, ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള പോഷകാഹാരങ്ങൾ ശരീരത്തിന് ലഭിച്ചിരിക്കണം. ഓക്കെ, പേജ് നമ്പർ 4 റിജോ, പേജ് നമ്പർ 4 ന്യൂട്രീഷൻ. ഓക്കെ, അപ്പൊ ന്യൂട്രീഷൻ എന്താണെന്ന് പറഞ്ഞല്ലേ, നമ്മൾ ഫുഡ് കഴിക്കുന്നു, ആ ഫുഡ് ശരീരത്തിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നു. ആ പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ, പോഷകാഹാരങ്ങൾ അടങ്ങിയ ഫുഡ് കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്? ഗ്രോത്തിന് വേണം അല്ലെ, നമ്മുടെ ശരീര വളർച്ചയ്ക്ക് വേണം, ശരീരത്തിന്റെ ഡെവലപ്മെന്റിന് വേണം അല്ലേ? അതെങ്ങനെയുള്ള ഫുഡാണ് കഴിക്കേണ്ടത്? ശരിയായ കലോറി അടങ്ങിയിട്ടുള്ള, ശരിയായ അളവിലുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. ഈ കലോറി എങ്ങനെയൊക്കെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ പഠിച്ചത് എന്തിന്റെയൊക്കെ ബേസിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പ്രായത്തിനനുസരിച്ച് അല്ലെ, കഴിക്കേണ്ട മാറ്റം വരാം, പ്രായത്തിനനുസരിച്ച് മാറ്റം വരാം. ദെൻ ചെയ്യുന്ന ജോലി, ചെയ്യുന്ന ജോലികൾക്കനുസരിച്ച് മാറ്റം വരാം. ഈവൻ ക്ലൈമറ്റിനനുസരിച്ച് മാറ്റം വരാം. അപ്പൊ ഒരാൾ കഴിക്കേണ്ട അളവിൽ, ശരിയായ അളവിലുള്ള ഫുഡ് അയാൾ കഴിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? ഓരോ എന്തോ പ്ലേസിനനുസരിച്ച്, ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച്, ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് ഇത് മാറ്റം വരുന്നുണ്ട്. ഓക്കെ, വെയിറ്റിനനുസരിച്ച്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഓരോ പ്രായത്തിനനുസരിച്ചും കുട്ടികളിൽ എന്താണ്, ആവശ്യത്തിന് സഫീഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ലഭിച്ചിരിക്കണം. പ്രോട്ടീൻസ് എങ്ങനെയാ ലഭിക്കുന്നത്? നമ്മൾ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് അതിൽ നിന്നാണ് പ്രോട്ടീൻസ് ശരീരത്തിൽ എത്തുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഓരോ പ്രായത്തിനനുസരിച്ചും ആവശ്യമായ അളവിലുള്ള സഫീഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ലഭിച്ചിരിക്കണം. ഏതൊക്കെ പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാ? പയറുവർഗ്ഗങ്ങള്, എഗ്, സീ ഫുഡ്സ്, ഡയറി ഫുഡ്സ്, നട്ട്സ്, സീഡ്സ്. ഓക്കെ, അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചും കുട്ടികളുടെ ശരീരത്തിൽ ശരിയായ അളവിലുള്ള പ്രോട്ടീൻസ് എത്തിയിരിക്കണം. അപ്പൊ പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കുട്ടികളുടെ ഭക്ഷണക്രമത്തില്, ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താ പറയുന്നത്? സഫീഷ്യന്റ് ലെവൽ ഓഫ് കാൽസ്യം. കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ആൻഡ് അയേൺ. ഇത്തരത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയ ഫുഡും കുട്ടികളുടെ ശരീരത്തിൽ എത്തിയിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് കാൽസ്യം റിച്ച് ആയിട്ടുള്ളത്, ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ളത്, വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ, അതും അല്ലെങ്കിൽ അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാ? ഏതൊക്കെയാണ്? എന്തോ ഇലക്കറികള്, ജാഗരി, ജാഗരി വരുന്നുണ്ട്. പിന്നെ മഷ്റൂം. അപ്പൊ ഇത്തരത്തില് എന്താണ്, കുട്ടികളുടെ ശരീരത്തിൽ ആവശ്യമായ എല്ലാ മിനറൽസും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന എല്ലാ ഫുഡ് ഐറ്റംസും എന്താണ്, ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതാണ് പോഷകാഹാരങ്ങൾ കഴിക്കേണ്ടതിന്റെ മറ്റൊരു ആവശ്യകത എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു?
ആഡിക്വേറ്റ് ആവശ്യത്തിന് അളവിലുള്ള കലോറി അടങ്ങിയ ഫുഡ് കഴിച്ചിരിക്കണം. പിന്നെന്താണ്, പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെന്തായിരുന്നു, കാൽസ്യം, ഫോസ്ഫറസ് പോലുള്ള മിനറൽസ് അടങ്ങിയിട്ടുള്ള, മിനറൽസ് ആൻഡ് സോൾട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. ദെൻ സഫീഷ്യന്റ് ലെവൽ ഓഫ് അതർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, ഡി, ഇ, കെ, വൈറ്റമിൻ ബി, സി. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിനറൽസ് ഇതടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിരിക്കണം. ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തായിരുന്നോ? ഓക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അത്. അപ്പൊ ഏതൊക്കെയാണ് വൈറ്റമിൻസ് നമുക്ക് ആ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള, വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? ഓരോ പ്രായത്തിനനുസരിച്ചും. ഓക്കെ, കുട്ടികളിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 2 വയസ്സുള്ള കുട്ടിക്ക് ആവശ്യമായ വൈറ്റമിൻ തന്നെയാണോ 10 വയസ്സായ കുട്ടിക്കും ആവശ്യമായിട്ട് വരുന്നത്? വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ സഫീഷ്യന്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഏതൊക്കെയാ ഫാറ്റി ആസിഡ്സ്? ശരീരത്തിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എന്നാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ ഫാറ്റി ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒമേഗ 3, ഒമേഗ 6 കേട്ടിട്ടില്ലേ? ഒമേഗ 3, ഒമേഗ 6 ആണ് കുട്ടികളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമായിട്ട് വരുന്ന ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒമേഗ 3 ആൻഡ് ഒമേഗ 6. ദെൻ ഒമേഗ 3 ഏതിലേക്ക് അടങ്ങിയിരിക്കുന്നത്? ഫിഷ് ഐറ്റംസിലാണ് ഒമേഗ 3 കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, സാൽമൺ, അയല, മത്തി പോലുള്ള എന്താണ് കൊഴുപ്പ് നിറഞ്ഞിരിക്കുന്ന മത്സ്യങ്ങളിലാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫിഷ് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് എന്തിനു വേണ്ടി കൊടുക്കേണ്ടത്? ഈ ഫാറ്റി ആസിഡ്, ഒമേഗ 3 പോലുള്ള ഫാറ്റി ആസിഡ് ലഭിക്കാനായിട്ട് കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ക്ലിയർ ആണോ? അതുകൂടാതെ പിന്നെ ഏതൊക്കെയാണ് ഫിഷ് ഐറ്റംസ് പറഞ്ഞു? സാൽമൺ, അയല, മത്തി പോലുള്ള ഫിഷ് ഐറ്റംസ് കൂടാതെ ഫ്ലാക്സ് സീഡ്സ് കേട്ടിട്ടുണ്ടോ? ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, വാൾനട്ട് ഇതൊക്കെ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഏതാണ് ഫുഡ് ഐറ്റംസ് ആണ്. ക്ലിയർ ആണോ? ഏതൊക്കെയാ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്? ഫിഷ് വരുന്നുണ്ട്, ദെൻ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, വാൾനട്ട്. ഓക്കെ, കുട്ടികളുടെ വളർച്ചയ്ക്കും ശരീരത്തിന്റെ വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും, ഓക്കെ, ശരീരത്തിന്റെ മാത്രമല്ല ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, എന്താണ് നമ്മുടെ മെന്റൽ ഗ്രോത്തും വേണ്ടേ? മാനസിക വളർച്ചയും ഉണ്ടാവേണ്ടേ ഒരു കുട്ടിക്ക്? അപ്പോ മൊത്തത്തിലുള്ള എല്ലാ വളർച്ചയ്ക്കും എന്താണ് ഒമേഗ 3 അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് നിർബന്ധമായും ശരീരത്തിൽ എത്തിയിരിക്കണം. അപ്പൊ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഏതൊക്കെയാണ് പ്രോഡക്ട്സ്? ഏതൊക്കെയാ? ഫിഷ് വരുന്നുണ്ട്, പിന്നെ ഏതൊക്കെയാണ്? ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് ആൻഡ് വാൾനട്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സ്. ദെൻ ഒമേഗ 6 വരുന്നുണ്ട്, ഒമേഗ 6 അത് ഏതൊക്കെയായിരിക്കാം? സസ്യ എണ്ണകളില്ലേ? സൺഫ്ലവർ ഓയിൽ. പിന്നെ ഏതൊക്കെയാ? സസ്യ എണ്ണകൾ. സസ്യ എണ്ണകളിൽ ഒമേഗ 6 എന്താണ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സീഡ്സ്, നട്ട്സ് പോലുള്ളവ എന്താണ് ഒമേഗ 6 റിച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. ഓക്കെ, അപ്പൊ ഫാറ്റി ആസിഡ് എന്താണെന്ന് ക്ലിയർ ആണോ? ഒരു കുട്ടിയുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഒരു സബ്സ്റ്റാൻസസ് ആണ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫാറ്റി ആസിഡ് ശരീരത്തിൽ ആവശ്യമായ അളവിൽ എത്തിച്ചേരേണ്ടത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒമേഗ 3, ഒമേഗ 6 ആണ് കുട്ടികളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എത്തിച്ചേരേണ്ട ഏത് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഒമേഗ 3ക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാ? വാൾനട്ട് വരുന്നുണ്ട്. ദെൻ ഒമേഗ 6 ആണെങ്കിലോ? നട്ട്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഏതാണ്? ഒമേഗ 6 റിച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. ഓക്കെ, അത് ക്ലിയർ ആണോ? ന്യൂട്രീഷൻ ക്ലിയർ ആണോ? അപ്പോ എന്തൊക്കെയാ ന്യൂട്രീഷനിൽ പറഞ്ഞത് നമ്മൾ? ഷീബ, ഏതൊക്കെയായിരുന്നു? എന്താണ് ന്യൂട്രീഷൻസ് കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ് ശരീരത്തിന്റെ പല പ്രോസസ്സിംഗ് നടത്തുന്നു. അതിനെയാണ് ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് എനർജിയായി മാറുന്ന പ്രോസസ്സാണ് മെറ്റാബോളിസം.
പിന്നെ ന്യൂട്രീഷൻ നീഡ്സ് ആണ് പറഞ്ഞത്. കലോറി അടങ്ങിയ ഫുഡ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, മിനറൽസ്, കാൽസ്യം, വൈറ്റമിൻസ്, ഫോസ്ഫറസ് അടങ്ങിയ ഫുഡുകളെല്ലാം ന്യൂട്രീഷൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ പോഷകാഹാരങ്ങൾ, ഇത്തരത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത്, കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ളത്. എന്തിനു വേണ്ടിയാണ്? കുട്ടികളുടെ ശരിയായ രീതിയിലുള്ള വളർച്ചയ്ക്കും വികസനത്തിനും, ഓക്കെ, ഫിസിക്കൽ ഗ്രോത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് മെന്റൽ ഡെവലപ്മെന്റിനും ശരിയായ അളവിലുള്ള ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള പോഷകാഹാരം നിറഞ്ഞ ഫുഡ് ആയിരിക്കണം കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാണ്? പാരന്റ്സും ടീച്ചേഴ്സും. ഓക്കെ, ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആരൊക്കെയാ? പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ എന്താണ് മാൽന്യൂട്രീഷൻസ്? ഓക്കെ, എന്താണ് മാൽന്യൂട്രീഷൻസ്? എന്താണ് പോഷകാഹാര കുറവ്? എന്തായിരിക്കാം? സഫീഷ്യന്റ് ലെവലിലുള്ള ന്യൂട്രിയൻസ് ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന ശരീരത്തിന്റെ ഒരു കണ്ടീഷനെയാണ് മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകാഹാര കുറവ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ പറഞ്ഞല്ലേ, പോഷകാഹാരങ്ങൾ ശരിയായ അളവിൽ എന്താണ് പോഷകാഹാരങ്ങൾ ലഭിച്ചിരിക്കണം. അതിന്റെ അഭാവം മൂലമുണ്ടാകുന്ന ശരീരത്തിന്റെ അവസ്ഥയെയാണ്, കണ്ടീഷനെയാണ് പോഷകാഹാര കുറവ് അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താ? ഓക്കെ, സഫീഷ്യന്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ലഭിക്കാത്തത് മൂലം ശരീരത്തിനുണ്ടാകുന്ന കണ്ടീഷനെയാണ്, ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയെയാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്, പോഷകാഹാര കുറവ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായ അളവിലുള്ള എന്താണ് ന്യൂട്രീഷൻസ് ലഭിക്കാത്തത് മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അവസ്ഥ വരുന്നത്? നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കാം അല്ലെ, പക്ഷെ ആ ഫുഡിൽ എന്തടങ്ങിയിരിക്കണം? റൈറ്റ് തിങ്സ് അടങ്ങിയിരിക്കണം, വേണ്ടേ? പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വൈറ്റമിൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് കൂടുതൽ ഉൾപ്പെടുത്തണം, വേണ്ടേ? നമ്മൾ ചോറ് മാത്രം ഡെയിലി കഴിച്ചാൽ ഈ വൈറ്റമിൻസ് നമുക്ക് ലഭിക്കോ? അല്ലെങ്കിൽ മിനറൽസ് ആൻഡ് സോൾട്ട് ലഭിക്കോ? അപ്പൊ കഴിക്കുന്ന ഫുഡ് എങ്ങനെയായിരിക്കണം? ഹെൽത്തി ഫുഡ് ആയിരിക്കണം. എല്ലാ ന്യൂട്രീഷ്യസ്, എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഫുഡ് ആയിരിക്കണം, ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ കഴിച്ചില്ലെങ്കിൽ എന്താണ് ഈ മാൽ ന്യൂട്രീഷ്യസ് അല്ലെങ്കിൽ പോഷകാഹാര കുറവ് അനുഭവപ്പെടാം. അതുമല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ വരാം? അതിനെ മുഖത്തൊക്കെ വെള്ള കളറിൽ കാണാൻ പറ്റില്ലേ? പിന്നെ കാലുകടച്ചില് വരാം, പാണ്ട് പോലെ വരും അല്ലെ, വൈറ്റമിൻസിന്റെ അഭാവം മൂലം. ഓക്കെ, അതിനു മുൻപ് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപ് എങ്ങനെയാണ് ഈ പോഷകാഹാര കുറവ് നമ്മൾ വരുന്നത്? എങ്ങനെയാണ്? നമ്മൾ പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ ഫുഡ് കഴിക്കാത്തത് മൂലം പോഷകാഹാര കുറവ് വരാം. അല്ലെങ്കിൽ എന്താണ്, ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ ശരിയായ അളവിലുള്ള തിങ്സുകൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് പോഷകാഹാര കുറവ് വരാം അല്ലേ? അതുമല്ലെങ്കിൽ എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പർ ആയിട്ട് ശരീരം അബ്സോർബ് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ എന്താണ് പോഷകാഹാര കുറവ് വരാം അല്ലേ? ഓക്കെ, റെഗുലർ ഇന്റർവെൽസിൽ ഫുഡ് കഴിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ പല കാര്യങ്ങൾ ഈ പോഷകാഹാരത്തെ എന്താണ് ആശ്രയിച്ചിരിക്കുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങളും ഈ പോഷകാഹാരത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്. ഒന്നേതാണ്, നമ്മൾ ചിലപ്പോൾ ശരിയായ അളവിലുള്ള ഫുഡ് കഴിക്കുന്നില്ലായിരിക്കാം, അതുകൊണ്ട് എന്താണ് പോഷകാഹാര കുറവ് വരാം. അല്ലെങ്കിൽ എന്താണ് അൺബാലൻസ്ഡ് ഡയറ്റ്, ശരിയായ ഭക്ഷണക്രമം. ഓക്കെ, എന്താണ് എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്, അതിന്റെ അഭാവം മൂലം എന്താണ് മാൽ ന്യൂട്രീഷൻസ് എന്താണ് ഒരു കണ്ടീഷൻ വരാം. അതുമല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ നടക്കുന്നില്ല, ദഹനം നടക്കുന്നില്ലെങ്കിൽ, ശരീരം ആ ഫുഡ് ആഗിരണം ചെയ്യുന്നില്ലെങ്കിൽ, അബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് മാൽ ന്യൂട്രീഷൻസിന് കാരണമാകാറുണ്ട്. അതുമല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ കണ്ടീഷൻസ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? മെഡിക്കൽ കണ്ടീഷൻസ്. ഇപ്പൊ ഷുഗർ ഉള്ള പേഷ്യന്റിന് എല്ലാതരം ഫുഡ് ഐറ്റംസും കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? ഷുഗർ പേഷ്യന്റിന് എല്ലാതരം ഫുഡും കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ അതുമൂലം എന്ത് വരുന്നുണ്ട്? അവർ ചില ഫുഡ് ഐറ്റംസ് എന്താണ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം ഫുഡിന്റെ അഭാവം മൂലം ആ പേഷ്യന്റില് ഈ പോഷകാഹാര കുറവ് അനുഭവപ്പെട്ടേക്കാം അല്ലേ? ദെൻ വേറെന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ ഈ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട്? കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസിന്. വെരി ഗുഡ്. കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസിന് എന്താണ് ചില ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം പേഷ്യൻസിലും ഈ പോഷകാഹാര കുറവ് കാണപ്പെടുന്നുണ്ട്. ദെൻ ഇനി അത്
മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ അലർജി ഉള്ള കുട്ടികൾക്ക് അലർജി. ഓക്കെ, വെരി ഗുഡ്. ചില എന്താണ് കുട്ടികൾക്ക് മിൽക്ക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്താണ് ഫിഷ് ഐറ്റംസ്, ചില ഫിഷ് ഒക്കെ എന്താണ് അലർജി ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അത്തരം ഫിഷസ് ഒക്കെ അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ലഭിക്കേണ്ടതായ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്താണ് ഈ വൈറ്റമിൻസ്, മിനറൽസ്, സോൾട്ട് പോലുള്ളവ എന്താണ് ലഭിക്കുന്നില്ല. അതുമൂലം എന്താണ് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടാം. ഓക്കെ, ദെൻ അപ്പൊ അലർജീസ് മൂലം വരാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഷുഗർ, കൊളസ്ട്രോള്, ഇത്തരം മെഡിക്കൽ കണ്ടീഷൻ മൂലവും എന്താണ് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? ദെൻ ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ ചില ഏരിയാസ് അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ പോഷകാഹാരക്കുറവ്? നിങ്ങൾ മീഡിയാസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ. അത്തരം പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ലഭിക്കുന്നില്ല. പോവർട്ടി, ഓക്കെ, ദാരിദ്ര്യം ഒരു കാരണമാണ് അല്ലെ, ആവശ്യത്തിനുള്ള ഫുഡ് ലഭിക്കുന്നില്ല. ദെൻ വാട്ടർ എങ്ങനെയാണ്? വാട്ടർ സപ്ലൈ അൺസേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ആയിരിക്കും അല്ലെ, സേഫ് ആയിരിക്കില്ല. അതേപോലെ തന്നെ എന്താണ് വൃത്തി ഉണ്ടാവില്ല, ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ ആയിരിക്കും അല്ലെ, പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല അവരുടെ എൻവയോൺമെന്റ്. അതേപോലെ തന്നെയാണ് എന്താണ് പ്രോപ്പർ ആയിട്ട് ഫുഡ് ലഭിക്കുന്നുണ്ടാകില്ല അല്ലെ. അത്തരം റീസൺസ് കാരണമാണ് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയാസിലെ കുട്ടികൾക്ക് മാൽ ന്യൂട്രീഷൻസ് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ പോഷകാഹാര കുറവ് അനുഭവപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് മാൽ ന്യൂട്രീഷൻ? ഓക്കെ, അതിനു മുൻപ് ഒരു കാര്യം കൂടി പഠിക്കാം. എന്താണ് അല്ലെങ്കിൽ പോഷകാഹാര കുറവ് ഒരു കുട്ടിയെ എങ്ങനെയെല്ലാം ബാധിക്കാം? എങ്ങനെയെല്ലാം ആയിരിക്കാം ഒരു കുട്ടി പോഷകാഹാര കുറവ് ബാധിക്കുന്നത്? എങ്ങനെയെല്ലാം ആയിരിക്കാം? ഫിസിക്കൽ കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻ. മെന്റൽ കണ്ടീഷനെയും ഇത് ബാധിക്കാം അല്ലെ. ഫിസിക്കൽ കണ്ടീഷൻ എന്തൊക്കെയായിരിക്കാം? വെയിറ്റ് കുറവായിരിക്കും, ലോ വെയിറ്റ് അവരുടെ ഏജിനനുസരിച്ച് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെന്തൊക്കെയായിരിക്കാം? വിളർച്ച, ബാഡ് പോസ്ചർ. ഓക്കെ, എന്തായിരുന്നു? ബാഡ് പോസ്ചർ. ബാഡ് പോസ്ചർ അല്ലെ. ഓക്കെ, ദെൻ പിന്നെന്തൊക്കെയായിരിക്കാം? ക്ഷീണം, എപ്പോഴും എന്താണ് ക്ഷീണം അനുഭവപ്പെടും അല്ലെ. ഒരു ആക്റ്റീവ് ആയിരിക്കില്ല ആ കുട്ടി അല്ലെ. എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിയ രീതിയിലായിരിക്കും നടക്കുന്നതും ഇരിക്കുന്നതെല്ലാം അല്ലെ. അണ്ടർ വെയിറ്റ് ആയിരിക്കും. പിന്നെന്താണ് ബാഡ് പോസ്ചർ പറഞ്ഞു. പിന്നെന്തൊക്കെയായിരിക്കാം? ഇമ്മ്യൂണിറ്റി പവർ. ഇമ്മ്യൂണിറ്റി പവർ, വെരി ഗുഡ്. ഇമ്മ്യൂണിറ്റി പവർ എപ്പോഴും കുറവായിരിക്കും. എപ്പോഴും എന്താണ് അസുഖങ്ങൾ വരുന്നവരായിരിക്കും ഇത്തരം കുട്ടികൾ. കാഴ്ചക്കുറവ് അല്ലെ. ചില പ്രത്യേക പോഷകാഹാരത്തിന്റെ കുറവ് മൂലം എന്താണ് കാഴ്ചക്കുറവ് അനുഭവപ്പെട്ടേക്കാം. ദെൻ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെയുള്ള ബലക്കുറവും. ബലക്കുറവ് അല്ലെ. എല്ലുകൾക്കും പല്ലുകൾക്കും എന്താണ് ബലക്കുറവ് അനുഭവപ്പെട്ടേക്കാം. അത് ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ്? കാൽസ്യം ആയിരിക്കാം. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലവും എന്താണ് എല്ലുകളുടെയും പല്ലുകളുടെയും ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെന്തെങ്കിലും ഉണ്ടോ? ദെൻ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരിക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലേ വെളുത്ത പാണ്ട് പോലെ കാണപ്പെട്ടേക്കാം ചിലപ്പോ ശരീരത്തിലേക്ക്. അതൊക്കെ വൈറ്റമിൻസിന്റെ അഭാവം മൂലമാണ്. ദെൻ പിന്നെന്തെങ്കിലും ഉണ്ടോ? എന്തോ ഡ്രൈ സ്കിൻ ആയിട്ട് സ്കിൻ ഇങ്ങനെ ചൊറിഞ്ഞ അങ്ങനത്തെ കണ്ടീഷൻസ് അല്ലേ? ഓക്കെ, ഡ്രൈ സ്കിൻ ആയി മാറാം അല്ലെ. പിന്നെന്താണ്? കോൺസെൻട്രേഷൻ കുറയാം. കുട്ടികൾക്ക് എന്താണ് കോൺസെൻട്രേഷൻ കുറഞ്ഞേക്കാം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഫിസിക്കൽ കണ്ടീഷൻ. മെന്റൽ കണ്ടീഷൻ എന്തൊക്കെയാണ്? മുടിയുടെ വളർച്ചയും കുറഞ്ഞ, മുടി തിക്കായിട്ടിരിക്കില്ല, കൊഴിച്ചിൽ അനുഭവപ്പെട്ടേക്കാം അല്ലെ. മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. നഖങ്ങളിൽ ചെറിയ വെള്ളപ്പാണ്ടുകൾ പോലെ കാണപ്പെടാറില്ലേ? നഖങ്ങൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ഇത്തരം അവസ്ഥകൾ എന്ത് മൂലമാണ്? പോഷകാഹാര കുറവ് മൂലമാണ്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? വൈകല്യം ഉണ്ടാകുന്നു. വൈകല്യങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ദെൻ മെന്റൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? കുട്ടിയുടെ താല്പര്യം ഉണ്ടാവില്ല. എന്തോ ക്ലിയർ ആയില്ല ആഷ്ന. അവരുടെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കാറുണ്ട്. കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കാം അല്ലെ. അവർ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. പ്രോപ്പർ ആയിട്ട് പഠിക്കുന്ന ടൈമിലായിക്കോട്ടെ, കളിക്കുന്ന ടൈമിലായാലും എന്താണ് ഒരു കാര്യത്തിൽ കുറെ നേരം ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് അത്തരം കുട്ടികൾക്ക് കഴിയില്ല. ഓക്കെ, ഡിപ്രഷൻ ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ ആൻസൈറ്റി ഡിസോർഡറുകൾ അനുഭവപ്പെട്ടേക്കാം. ഓക്കെ, പിന്നെന്തെങ്കിലും ഉണ്ടോ? ദെൻ
പെട്ടെന്ന് ഒരു കാര്യങ്ങൾ വിഷാദരോഗം ഓക്കെ വിഷാദരോഗം ഓക്കെ ഓക്കെ പെട്ടെന്ന് കാര്യങ്ങള് പെട്ടെന്ന് മറന്നു പോയേക്കാം. ഓക്കെ, മറവി ഇത്തരം കുട്ടികളിൽ കൂടുതലായിരിക്കും. ദെൻ എപ്പോഴും അവരെ ഇനാക്റ്റീവ് ആയിരിക്കും. ഒരു കാര്യത്തിൽ എന്താണ് കൂടുതൽ സമയം ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കില്ല. ഇത്തരം കുട്ടികൾ എപ്പോഴും ഗ്ലൂമി ആയിട്ടായിരിക്കും നടക്കുന്നത്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? പോഷകാഹാരക്കുറവ് ഒരു കുട്ടിയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട്? ചിലപ്പോൾ അവർ റോബറി നടത്താനുള്ള സാധ്യത ഉണ്ടാവാം. ഓക്കെ വിശപ്പ് മൂലം. എന്തോ ജോൺസി എന്താണ്? അവർക്ക് കുറച്ചുകൂടി സൂസൈഡ് മൈൻഡ് അങ്ങനത്തെ കുറച്ച് ഓക്കെ നമുക്ക് ഫിസിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അവസ്ഥകളിലൂടെ കുട്ടി കടന്നു പോയേക്കാം? ബുദ്ധി വളർച്ച. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ബുദ്ധി വളർച്ച അല്ലേ? ഡെവലപ്മെന്റ് ഡിലേ ആയേക്കാം കുട്ടികളിൽ അല്ലേ? ചില കുട്ടികൾ എന്താണ് സംസാരിക്കാൻ വൈകുന്നവരുണ്ട് അല്ലേ? നടക്കാൻ വൈകുന്ന കുട്ടികളുണ്ട് അല്ലേ? അത്തരം അവസ്ഥയ്ക്ക് പോഷകാഹാരക്കുറവ് കാരണമാകാറുണ്ട്. പഠന വൈകല്യങ്ങൾ ഉണ്ടാകും. പഠിക്കുന്നതിൽ പഠന വൈകല്യങ്ങൾ അല്ലെ? പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികളുണ്ട് അല്ലേ? ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ചില സമയത്ത് ഓർത്തെടുക്കാനായിട്ട് മറന്നു പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഇത്തരം കുട്ടികളിൽ. ദെൻ എന്തോ ക്രിയേറ്റിവിറ്റി കുറവാണ്. നമ്മളെ ചെറിയ കുട്ടിയാണെങ്കിലും അത് ഒത്തിരി പ്രായമുള്ളത് പോലെ തോന്നുന്നില്ല. ഓക്കെ അത് ഒരു കാരണമാണ് അല്ലേ? മുടിയൊക്കെ നരക്കുന്നതിന് എന്താണ് ഈ പോഷകാഹാരക്കുറവ് വൺ ഓഫ് ദി റീസൺ ആണ് അല്ലേ? ഓക്കെ ദെൻ മൂഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഓക്കെ മൂഡ് സ്വിങ്സ് ഉണ്ടായേക്കാം. ദെൻ വൈറ്റമിൻ കെയുടെ അഭാവം ഉണ്ടെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ വന്നാൽ ബ്ലീഡിങ് നിൽക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരിക്കും. രക്തം കൂടുതൽ നഷ്ടപ്പെടും. അത്തരം കുട്ടികളില് രക്തം കൂടുതൽ നഷ്ടപ്പെട്ടേക്കാം അല്ലേ? അവരുടെ ലൈഫിനെ തന്നെ അത് ത്രെട്ടൺ ചെയ്തേക്കാം. ഓക്കെ ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ ഡിസ്കസ് ചെയ്യാത്ത ഇനി അതർ പോയിന്റ്സ്? ഓക്കെ, അപ്പൊ എന്താണ് മാൽന്യൂട്രീഷൻ? അല്ലെങ്കിൽ അതിന്റെ അഭാവം മൂലം എന്തൊക്കെ സിറ്റുവേഷൻസിലൂടെയാണ്, എന്തൊക്കെ അസുഖങ്ങളാണ് കുട്ടിക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്? അനു, എന്താണ് മാൽന്യൂട്രീഷൻ? അതിന്റെ അഭാവം മൂലം എന്തെല്ലാം? ഓക്കെ പറയൂ അനു. ഓക്കെ ദെൻ ശ്രേയ. മാൽന്യൂട്രീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ സഫീഷ്യന്റ് ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് മാൽന്യൂട്രീഷൻ. അത് 3 തരത്തിൽ ഉണ്ടാവാം. ഒന്ന് നമ്മൾ ആവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുമ്പോ, ഒന്ന് കഴിക്കുന്ന ഫുഡ് ശരിയായ രീതിയിൽ കഴിക്കാതിരിക്കുമ്പോ, മൂന്നാമത്തെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡി ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാതിരിക്കുമ്പോ. പിന്നെന്താണ്? എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലേ ഷുഗർ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ്, അത്തരം മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്താണ് പോഷകാഹാരക്കുറവ് അനുഭവപ്പെട്ടേക്കാം. ഓക്കെ, അതുമൂലം കുട്ടികൾക്ക് എന്തൊക്കെ അവസ്ഥകളിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്നത്, എങ്ങനെയൊക്കെ ആ കുട്ടിയെ ബാധിക്കുന്നുണ്ട് ഇത്തരം പോഷകാഹാരക്കുറവ്? പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു. ഫിസിക്കൽ കണ്ടീഷൻ, അവരുടെ മെന്റൽ കണ്ടീഷൻ, രണ്ട് ഫിസിക്കൽ കണ്ടീഷനെയും ബാധിച്ചേക്കാം അല്ലെ? ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത്? അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, പിന്നെ മസിൽസ് ഗ്രോത്ത്, എല്ലാ രീതിയിലും വേണം അല്ലെ? ബലക്കുറവും അനുഭവപ്പെട്ടേക്കാം. ജോൺസി, ക്ഷീണം, വിളർച്ച, അതുപോലെ അണ്ടർവെയ്റ്റ്,
ഇമ്മ്യൂണിറ്റി പവർ കുറവുണ്ടാവുക, കാഴ്ചക്കുറവുണ്ടാവും, എല്ലുകൾ പല്ലുകൾക്കൊക്കെ ബലക്കുറവുണ്ടാവും, സ്കിൻ പ്രോബ്ലം ഉണ്ടായിരിക്കും, ഓക്കെ. മുടി കൊഴിച്ചില്, മുടി നരക്കല് അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളിൽ കുറെ കാണാം. മെന്റൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? മറവി, വിഷാദരോഗം, പിന്നെ അവര് ആക്റ്റീവ് അല്ലാതിരിക്കുക, കോൺഫിഡൻസ് ലെവൽ കുറയുക, ബുദ്ധി വളർച്ച കുറവ്, രക്തം നഷ്ടപ്പെടല് അങ്ങനെയൊക്കെ. ഓക്കെ. ഡെവലപ്മെന്റ് ഡിലേ ആകുന്നുണ്ട് അത്തരം കുട്ടികളിൽ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? വൈറ്റമിൻസ്. എന്തായിരുന്നു ആക്ടിവിറ്റി? എന്തായിരുന്നു? ലിസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻ ആൻഡ് their functions in the body. ഓക്കെ. നമ്മൾ പറഞ്ഞു വൈറ്റമിൻസ് അല്ലേ, ശരീരത്തിൽ വൈറ്റമിൻസ് വേണം, പിന്നെന്താണ്, പ്രോട്ടീൻസ് വേണം, ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, പിന്നെന്തായിരുന്നു, മിനറൽസ് ആൻഡ് സോൾട്ട് വേണം. ഓക്കെ, അത് ഫിസിക്കൽ കണ്ടീഷനെ ബാധിക്കുന്നുണ്ട്. ഇതിന്റെ അഭാവം മൂലം എന്താണ്, പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുകയും അത് കുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷനെയും മെന്റൽ കണ്ടീഷനെയും ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അനീമിയ എന്ന് പറഞ്ഞ എന്താ, വിളർച്ച അല്ലേ. അത് എന്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? എന്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ ഡി. Then ഓക്കെ, ഓരോരുത്തർ എഴുതിയത് പറഞ്ഞോളൂ. രാജി, പേരെന്താ? രജീഷ്ണ. റെജീന. ഓക്കെ, രജീന. ഏത് വൈറ്റമിൻ എഴുതിയേക്കുന്നത്? അതിന്റെ ഫംഗ്ഷൻ എന്താണ് ബോഡിയിൽ? വൈറ്റമിൻ എ ഹെൽത്ത് വിഷനും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നതിനും വൈറ്റമിൻ എ ഉപയോഗിക്കുന്നു. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ക്യാരറ്റും ഗ്രീൻ വെജിറ്റബിൾസും. ഓക്കെ, വൈറ്റമിൻ എ എന്തിനൊക്കെ വേണ്ടിയാണ്? കാഴ്ചയ്ക്ക്, പിന്നെന്തായിരുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നതിനും. ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നതിനും വൈറ്റമിൻ എ അത്യാവശ്യമാണ്. അത് അടങ്ങിയ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാ? ലീഫ് വെജിറ്റബിൾസ്, പിന്നെന്തായിരുന്നു, ക്യാരറ്റ്, ഗ്രീൻ വെജിറ്റബിൾസ്. ക്യാരറ്റ്, ഗ്രീൻ വെജിറ്റബിൾസ്. ലീഫി വെജ് വേണ്ടേ? അതെ. ജീന മ്യൂട്ട് ചെയ്തോളൂ. ദെൻ നെക്സ്റ്റ് ഏത് വൈറ്റമിനാ? വൈറ്റമിൻ ഡി. ജീന പറയൂ. ഓക്കെ, ജീന. വൈറ്റമിൻ B1 അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഹെൽപ്സ് കൺവേർട്ട് ഫുഡ് ഇൻ ടു എനർജി ആൻഡ് ഈസ് ക്രിട്ടിക്കൽ ഫോർ നെർവ് ഫങ്ഷൻ. സോൾസ് എന്ന് പറയുന്നത് പോർക്ക്, സോയ്, വാട്ടർമെലൺ, ടൊമാറ്റോ, സ്പിനാച്ച്. അതിന്റെ അഭാവം മൂലം ബെറിബെറി എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാകുന്നത്. B1 അല്ലേ? വൈറ്റമിൻ B1 ആണോ? അതെ, B1. തയാമിൻ. ഓക്കെ, വൈറ്റമിൻ B1 ആണ് തയാമിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ജീന. Then ജോൺസി ഏത് വൈറ്റമിൻ എഴുതിയിരിക്കുന്നത്? ജോൺസി വൈറ്റമിൻ എയും ബിയും പറഞ്ഞു, B1 പറഞ്ഞു. Then ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ടൈം കിട്ടിയില്ലായിരുന്നില്ല. ഓക്കെ. എന്തായാലും ആക്ടിവിറ്റി ചെയ്യണം കേട്ടോ. Then അനു. ഓക്കെ, അനു. Then ഫ്രേയ. വൈറ്റമിൻ ബി. ഡി. ഫംഗ്ഷൻ വൈറ്റമിൻ ബി. ഡി അല്ലേ? വൈറ്റമിൻ ഡി. ഓക്കെ, ബി. ഓക്കെ. അതിന്റെ ഫംഗ്ഷൻ DNA റിപ്ലിക്കേഷൻ, പ്രൊഡ്യൂസ് RBC. അതിന്റെ സോഴ്സ് അനിമൽസ് ആൻഡ് ഡയറി പ്രോഡക്ട്സ്. ഡയറി പ്രോഡക്ട്സിൽ നിന്നും. ഓക്കെ, വൈറ്റമിൻ ബി. Then വൈറ്റമിൻ വേറെ ഏതെങ്കിലും സി എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും? വൈറ്റമിൻ സി എഴുതിയിട്ടുണ്ട്. ഗൗരി പ്ലീസ് വെയിറ്റ്. ഗൗരി. വിറ്റമിൻ ഇ. ഓക്കെ, ഈ പറഞ്ഞോളൂ. ആന്റിഓക്സിഡന്റ്, പ്രൊട്ടക്ടിങ് സെൽസ് ഫ്രം ഡാമേജ്. പിന്നെ അടുത്തത് സപ്പോർട്ട് സ്കിൻ ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻ. ഇത്ര എഴുതിയിട്ടുള്ളൂ മിസ്സേ. അതിന്റെ സോഴ്സ് ഏതൊക്കെയാ? വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഏതൊക്കെയാ? എഴുതിയിട്ടുണ്ടോ? എന്തോ സോഴ്സ് എഴുതിയിട്ടില്ല. സോഴ്സ് എഴുതി ആരെങ്കിലും ഉണ്ടോ? വൈറ്റമിൻ ഇ സോഴ്സ് ആൽമട്ടും, സോയാബീൻസ്, പീനട്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇഷാൻ?
വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഉണ്ട്. എന്തോ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി. ഫിഷ്, എഗ്, യോക്ക്, ചീസ് ഒക്കെയാണ് അതിന്റെ സോഴ്സ്. അതിന്റെ ഫങ്ഷൻസ് ബോൺ ഗ്രോത്ത് ആണ്. ബോൺ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എ പറഞ്ഞു, ബി പറഞ്ഞു, സി പറഞ്ഞു, ഡി പറഞ്ഞു, ഇ പറഞ്ഞു. ദെൻ വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ബ്ലഡ് കൗണ്ട്. മാം വൈറ്റമിൻ കെ വന്നിട്ട് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഉപയോഗിച്ച അതിന്റെ സോഴ്സ്. വൈറ്റമിൻ കട്ട പിടിക്കാൻ സഹായിക്കുന്നു. എന്തിനു വേണ്ടി? കട്ട പിടിക്കാൻ. ഓക്കെ, കട്ട പിടിക്കാന് ക്യാബേജ്, ചീര, കോളിഫ്ലവർ, മുട്ട, അതിനകത്തൊക്കെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ക്യാബേജ്, കോളിഫ്ലവർ അല്ലേ? ഓക്കെ, ഇപ്പൊ കഴിഞ്ഞില്ലേ? വൈറ്റമിൻസ് കഴിഞ്ഞില്ലേ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ വൈറ്റമിൻ ബിയിൽ തന്നെ B1, B3, B6 ഒക്കെ ഇല്ലേ? ഉണ്ട്. അതാണ് നമ്മൾ B7, B9, B12. B1 മാത്രല്ലേ എഴുതിയിട്ടുള്ളൂ? വേറെ എഴുതിയിട്ടുണ്ടോ വൈറ്റമിൻ? എഴുതിയിട്ടുണ്ട്. ഗൗരി പറയൂ, ഏതൊക്കെയാ? വൈറ്റമിൻ B1 തിയാമിൻ എന്ന് പറഞ്ഞിട്ട് അത് ക്രൂഷ്യൽ ഫോർ എനർജി പ്രൊഡക്ഷൻ ആൻഡ് നെർവ് ഫങ്ഷൻ. പിന്നെ ഹെൽപ്സ് കൺവേർട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടു എനർജി. അടുത്തത് B2 റിബോഫ്ലാമിൻ എന്ന് പറഞ്ഞിട്ട് അത് വിറ്റാമിൻ B2 ആണ്. അത് ഇമ്പോർട്ടന്റ് ഫോർ എനർജി പ്രൊഡക്ഷൻ, വിഷൻ ആൻഡ് സ്കിൻ ഹെൽത്ത്. അടുത്തത് ഹെൽപ്സ് കൺവേർട്ട് കാർബോഹൈഡ്രേറ്റ് ഇൻടു എനർജി. അടുത്തത് B3 നിയാസിൻ എന്നാണ്. അതിന്റെ ഇത് വരുന്നത് എസെൻഷ്യൽ ഫോർ എനർജി പ്രൊഡക്ഷൻ, സ്കിൻ ഹെൽത്ത് ആൻഡ് കൊളസ്ട്രോൾ റിഡക്ഷൻ. അടുത്തത് വരുന്നത് ഹെൽപ്സ് ഇംപ്രൂവ് ബ്ലഡ് ലിപ്പിഡ് പ്രൊഫൈൽസ്. അടുത്തത് വിറ്റാമിൻ B5 ഉണ്ട്, പാന്തോതെനിക് ആസിഡ്. അത് വന്നിട്ട് ക്രൂഷ്യൽ ഫോർ എനർജി പ്രൊഡക്ഷൻ ആൻഡ് ഹോർമോൺ പ്രൊഡക്ഷൻ, ഹെൽപ്സ് റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ B1, B2 വേറെ ഉണ്ടോ? വിറ്റാമിൻ B6, B9 ഉണ്ട്, B12 ഉണ്ട്. B6ന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാ? അത് ഇൻവോൾവ് ഇൻ മെയിൻലി ബോഡി പ്രോസസ്സർ, പിന്നെ ഇൻക്ലൂഡിങ് എനർജി പ്രൊഡക്ഷൻ, നെർവ് ഫങ്ഷൻ ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻ. പിന്നെ ഹെൽപ്സ് റെഗുലേറ്റ് ഹോമോസൈറ്റിക് ലെവൽസ്. പിന്നെ വിറ്റാമിൻ B9 ഫോലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ക്രൂഷ്യൽ ഫോർ fetal development during pregnancy, helps regulate hormonal levels and support red blood cell production. B9 അല്ലേ? B9. പിന്നെ വിറ്റാമിൻ B12 essential for energy production, nerve function and red blood cell production. പിന്നെ helps regulate homocysteine levels and support cardiovascular health. ഇത്രയുള്ള മിസ്സേ. ഓക്കെ. അപ്പൊ ഇതിന്റെ അഭാവം മൂലം, ഇത്തരം വൈറ്റമിൻസിന്റെ അഭാവം മൂലം എന്താണ് ഒരു കുട്ടിയിലായിക്കോട്ടെ, ഒരു പേഴ്സണിലായിക്കോട്ടെ, എന്താണ് പോഷകാഹാര കുറവുകൾ അനുഭവപ്പെട്ടേക്കാം അല്ലേ? മെന്റൽ കണ്ടീഷനെയും ഫിസിക്കൽ കണ്ടീഷനെയും അത് ബാധിച്ചേക്കാം. അപ്പൊ എന്താണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം എന്തൊക്കെ അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്? വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിന്റെ അഭാവം മൂലമാണ് എന്താണ് ബോൺസ്, എല്ലുകൾക്ക് എന്താണ് ബലക്കുറവ് അനുഭവപ്പെട്ടേക്കാം. അത് വൈറ്റമിൻ ഡിയുടെ എന്താണ് അഭാവം മൂലം ദന്തരോഗങ്ങളൊക്കെ വരുന്നത്. എന്തോ ദന്തരോഗങ്ങള് വൈറ്റമിൻ ഡി ആണോ? ദന്തരോഗങ്ങൾ വരുന്നത് വൈറ്റമിൻ ബി അല്ലേ? ബിയുടെ അഭാവം മൂലം അല്ലേ? ബി ആണോ? വൈറ്റമിൻ ഡി. ഓക്കെ, വൈറ്റമിൻ ഡി ആണെങ്കിൽ അതിന് റിക്കറ്റ്സ്. ഓക്കെ, വൈറ്റമിൻ ബിയുടെ അഭാവം മൂലമോ ബെറിബെറി അതല്ലേ ദന്തരോഗങ്ങൾക്ക് കാരണമാകുന്നത്? ആൽഫബറ്റ് ബി. ബെറിബെറി വൈറ്റമിൻ B1 അല്ലേ മാം? വൈറ്റമിൻ B1. ഓക്കെ, സോറി, B1 ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തയാമിന്റെ അഭാവം മൂലമാണ് ബെറിബെറി. വൈറ്റമിൻ B1 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? വൈറ്റമിൻ സിയുടെ അഭാവം മൂലം വരുന്ന അസുഖം ഏതാ? അനീമിയ. എന്തോ
സ്കർവി, അനീമിയ. ഓക്കെ സ്കർവി. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട B7 ഉണ്ട് മാം. എന്തോ ഏതൊക്കെയാ ജീന? വൈറ്റമിൻ B7. B7. ഓക്കെ ഓക്കെ. അത് പറഞ്ഞായിരുന്നില്ലേ? ഇല്ല, അത് കൺവേർട്ട് ഫുഡ് ടു എനർജി ആൻഡ് ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ്. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഓൾ ഗ്രെയിൻസ്, എഗ്സ്, ആൽമണ്ട്, സോയാബീൻസ്, ഫിഷ്. ഓക്കെ, വൈറ്റമിൻ B7 പേരെന്താ? എനിക്ക് അറിയില്ല മാം. വൈറ്റമിൻ B7 ഇല്ല. ബയോട്ടിൻ എന്നാ മിസ്സേ. ബയോട്ടിൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ, ക്ലാസ് റൂമിൽ. എല്ലാ PDF വന്നായിരുന്നോ? ശരിയായോ? ശരിയായി. ശരിയായല്ലോ. ഓക്കെ ഓക്കെ. അശ്വതി മിസ് ഒരു അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ വന്നിട്ടില്ല, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അസൈൻമെന്റിന്റെ ശരിയായില്ലേ? അപ്പോ PDF മാത്രം വന്നിട്ടുള്ളോ? മിസ്സിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ അശ്വതി മിസ്സിന്റെ വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, പറയാട്ടോ, പറഞ്ഞേക്കാം. അതും മിസ്സേ നാളെയാ ലാസ്റ്റ് ഡേറ്റ്, അപ്പൊ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് തന്നെ പറഞ്ഞേക്കാട്ടോ, പറയാട്ടോ. മാമിന്റെ അസൈൻമെന്റ് ഇന്ന് ഇട്ടാ മതിയോ? നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, ഇന്ന് അയച്ചാ മതിയോ? മതി മതി. താങ്ക് യു മാം. നെക്സ്റ്റ് വൺ ആണ് ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് എന്ന് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ശരിയായിട്ടുള്ള ഡയറ്റ്. ഓക്കെ, സമീകൃത ഭക്ഷണം അല്ലെങ്കിൽ സമീകൃത ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണക്രമം. ഇതാണ് ബാലൻസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സമീകൃത ആഹാരം എന്ന് പറഞ്ഞ എന്താണ്? ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അല്ലെ, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഫുഡ് ഐറ്റംസിനെയാണ്, അല്ലെങ്കിൽ എല്ലാ കലോറിക് വാല്യൂസും അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെയാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് അല്ലെ. ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻസ് റിച്ച് ആയിരിക്കണം, പിന്നെ എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ കോണ്ടന്റ്സും അടങ്ങിയ ഫുഡ് ഐറ്റംസ് ആയിരിക്കണം. ഓക്കെ, അതിനെന്താണ് ശരിയായ ഒരു ഭക്ഷണക്രമമുണ്ട് ഇല്ല. ഫുഡ് കഴിക്കുന്നതിന് നമ്മളിപ്പോ പറഞ്ഞു എഗ് എന്താണ് ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതും പറഞ്ഞ് നമ്മൾ ഓവർ ഈറ്റ് ചെയ്യാമോ? ഓവർ ഈറ്റിംഗ് പാടുണ്ടോ? അല്ലെ, ശരിയായ കലോറിയിലുള്ള ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്. അതേപോലെ തന്നെ എങ്ങനെയാണ് റെഗുലർ ഇന്റർവെൽസിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽസിലായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്. അപ്പൊ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും അല്ലെ, ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കുന്ന എല്ലാത്തരം ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന അതേപോലെ തന്നെ ആവശ്യമായ കലോറിക് വാല്യൂസ് അടങ്ങിയിരിക്കുന്ന ഫുഡിനെയാണ്, ഭക്ഷണത്തെയാണ് നമ്മൾ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഒരു ഗ്രോവിംഗ് ചിൽഡ്രൻ, ഒരു വളർന്നു വരുന്ന ഒരു ചൈൽഡിന്, കുട്ടിക്ക് എന്താണ് ഈ ബാലൻസ്ഡ് ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെയാണ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാമോ? ഓക്കെ, പറയാം. ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ആവശ്യമായ കലോറി വാല്യൂസും അടങ്ങിയിരിക്കുന്ന ഫുഡിനെയാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ പറഞ്ഞിരിക്കുന്നു 400 കലോറി 400 കലോറീസ് ഓഫ് പ്രോട്ടീൻസ് ഒരു ദിവസം ഒരു കുട്ടിയുടെ ശരീരത്തിൽ എത്തിയിരിക്കണം. ഓക്കെ, 900 കലോറീസ് ഓഫ് ഫാറ്റ് അടങ്ങിയിരിക്കണം. ദെൻ 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സും എന്താണ് ശരീരത്തിൽ എത്തിയിരിക്കണം. ഓക്കെ, ഇതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. എല്ലാ ഘടകങ്ങളും ശരിയായ അളവിൽ ശരീരത്തിൽ എത്തിയിരിക്കണം. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് 900 കലോറീസ് ഓഫ് ഫാറ്റ് എന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ എന്താണ് 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് 1700 കലോറീസ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാ? ഷുഗർ അല്ലെ, എന്താണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ ഷുഗർ. ഓക്കെ, ഇപ്പൊ 1700 ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഷുഗർ മാത്രം കഴിച്ചാൽ എന്താണ് അത് ശരീരത്തെ നല്ല രീതിയിലാണോ ബാധിക്കുന്നത്? അല്ല. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്?
ശരിയായ കലോറിയിലുള്ള ഫുഡ് കഴിക്കുന്നതോടൊപ്പം എന്താണ് ശരിയായ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു കുട്ടി പറയാണ് ഓക്കെ 900 ഗ്രാം എന്താണ് എനിക്ക് ഫുഡില് ഫാറ്റ് അടങ്ങിയ ഫുഡാണ് കഴിക്കേണ്ടത്. അതും പറഞ്ഞ് എന്താണ് ഈ ഫാറ്റി ഓയിലൊക്കെ അടങ്ങിയ ധാരാളം ഫുഡ് കഴിക്കാൻ പാടുണ്ടോ? എങ്ങനെയായിരിക്കണം? ന്യൂട്രിയൻസ് ആയിരിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ഇത്തരം ഷുഗറിന് പകരം എന്താണ് ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കാർബോഹൈഡ്രേറ്റ്, ഷുഗറിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പൊ അതിന് പകരം എന്താണ് നമുക്ക് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാം അല്ലേ? ഫ്രൂട്ട്സ് എന്താണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാരാളം ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അത്തരം ഫുഡ് ആയിരിക്കണം ഈ ഷുഗറിന് പകരം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള കലോറി അടങ്ങിയ ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ബാലൻസ്ഡ് ഫുഡിൽ പറഞ്ഞത്? എന്താണ് ബാലൻസ്ഡ് ഫുഡ്? ആവശ്യമായ അടങ്ങിയ അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള കലോറീസ് അടങ്ങിയ ഫുഡ് ആയിരിക്കണം. എന്താണ് കലോറി എന്ന് പറഞ്ഞ എന്താണ്? എന്തായിരുന്നു കലോറി? എന്താണ്? ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനെയാണ് കലോറി എന്ന് പറയുന്നത്. ഫുഡിന്റെ അളവിനെയാണ്, ക്വാണ്ടിറ്റിയാണ് നമ്മൾ കലോറി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അളവിലുള്ള കലോറി അടങ്ങിയ ഫുഡ് ആയിരിക്കണം, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഫുഡ് ആയിരിക്കണം. അതിനെയാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം ഒരു ബാലൻസ്ഡ് ഫുഡ് സെലക്ട് ചെയ്യേണ്ടത്? പ്രോട്ടീൻസ് 400 കലോറി, ഫാറ്റ് 900 കലോറി. ഓക്കെ, കലോറി വാല്യൂ മാത്രം സെലക്ട് ചെയ്താൽ മതിയോ? കലോറി വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഫുഡ് സെലക്ട് ചെയ്താൽ മതിയോ? സെലക്ട് ചെയ്യുന്ന ഫുഡ് ന്യൂട്രീഷണൽ വാല്യൂസും ഓക്കെ, കലോറി വാല്യൂവിന് മാത്രമല്ല ന്യൂട്രീഷണൽ വാല്യൂവിനും എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, കലോറി വാല്യൂ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എന്താണ് കാർബോഹൈഡ്രേറ്റ് ഒരാൾക്ക് ഒരു കുട്ടിയില് കാർബോഹൈഡ്രേറ്റ് 1700 അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. 1700 കലോറി അടങ്ങിയ എന്താണ് ഫുഡാണ് കഴിക്കേണ്ടത് പ്രോപ്പർ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഷുഗർ കഴിക്കുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ ഏതായിരിക്കണം? വി ഷുഡ് സെലക്ട് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ കലോറി വാല്യൂ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ന്യൂട്രിയൻസ് വാല്യൂ കൂടി ഒരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പേജിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ചിൽഡ്രൻ. കണ്ടോ? ഓരോ പ്രായത്തിലും കുട്ടികൾ കഴിക്കേണ്ട, പ്രീ സ്കൂൾ ചിൽഡ്രൻ കഴിക്കേണ്ട ഫുഡുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര കലോറീസ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഫുഡാണ് കഴിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാവോ ആർക്കെങ്കിലും? ഏതൊക്കെയാണ് ഫുഡ് ഐറ്റംസ്? ഓരോ പ്രായത്തിലും എത്ര ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കണം? പൾസസ് 150 gram. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികള് ഭക്ഷണക്രമത്തില് 150 ഗ്രാംസ് പൾസസ് ഉൾപ്പെടുത്തിയിരിക്കണം. അതേപോലെ തന്നെ 4 മുതൽ 6 വയസ്സ് വരെ ആണെങ്കിലോ 200 gram. 200 grams. Then Carrots 1 to 3 years 50 grams. Okay. Years 60 grams. 60 grams കഴിച്ചിരിക്കണം. Then vegetables 50 grams. 1 to 3 years 50 grams. Okay. 6 years 75 grams. 4 to 6 years ആണെങ്കിൽ 75 grams. Okay. പിന്നെന്താണ്? Vegetables 1 to 3 years 30 grams. Then 6 years 50 grams. Okay. Fruits 50 grams. 1 to 3 years 50 grams. 1 to 6 years 50 grams. Okay, 50 grams. Then 1 to 3 years 300 grams. 1 to 6 years 250 grams. Then oil and fat 1 to 3 years 20 grams. 4 to 6 years 25 grams. Okay. Meat and fish 1 to 2 years 30 grams. 4 to 6 years 30 grams. And the last sugar and jaggery. Okay.
1 to 3 years 30 gram. 4 to 6 years 40 gram. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്? ഈ ചാർട്ട് കണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായത് ഈ ചാർട്ട് കണ്ടിട്ട്? ഒന്നും മനസ്സിലായില്ല? ഒരു കുട്ടിക്ക് കഴിക്കാൻ ജിൻസി ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. സുരാജ് പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ എത്ര അളവിലാണ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്ന എന്താണ് ഒരു കുട്ടിയുടെ ശരീരത്തിൽ എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര അളവില് ഫുഡ് എത്തിയിരിക്കണം? സുരാജ് എന്നാണ് പേര്. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. അപ്പൊ എന്താണ് ഒരു കുട്ടിയുടെ ശരീരത്തില് എത്തിച്ചേരേണ്ട ആവശ്യമായ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഈ ചാർട്ടിൽ മനസ്സിലാക്കാം അല്ലേ? പിന്നെന്താണ് മനസ്സിലാകുന്നത്? പ്ലീസ് മ്യൂട്ട് ചെയ്യൂ രാജ്. ഓക്കെ, ദെൻ അഫ്രയ. ഓക്കെ ഫ്രയ പറയൂ. നമുക്ക് കുട്ടികളുടെ അളവ് വ്യത്യാസമുണ്ട്. വെരി ഗുഡ്. നമ്മൾ പറഞ്ഞല്ലേ ഒരു കുട്ടി ഓരോ വ്യക്തികളും കഴിക്കേണ്ട ഫുഡ് എന്താണ്? ഒരേ അളവിൽ ഒരേ കലോറി വാല്യൂ ഫുഡ് അല്ല. രാജ് പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, എന്താണ് ഓരോ വ്യക്തികളും കഴിക്കേണ്ട ഫുഡ് അല്ലെങ്കിൽ കലോറി വാല്യൂസ് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഓരോ പ്രായത്തിനും ഓരോ അളവിലുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത്. ക്ലിയർ ആണോ? വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഓരോ പ്രായത്തിലും എത്ര ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഐറ്റംസ് കഴിച്ചിരിക്കണം, ഓരോ ഫുഡും എത്ര അളവിൽ കഴിച്ചിരിക്കണം, അതെന്താണ് ഓരോ പ്രായത്തിനനുസരിച്ചും അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അല്ലേ? 4 വയസ്സുള്ള കുട്ടി കഴിക്കേണ്ട ഫുഡ് അല്ല, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി അല്ല 1 വയസ്സുള്ള കുട്ടി കഴിക്കേണ്ടത് അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെന്റ് ആക്ടിവിറ്റി എല്ലാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം എന്ന് തന്നെ. MCQ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ന്യൂട്രീഷൻ അല്ലെ? എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു? അതിന്റെ ആവശ്യകത എന്താണ്? ശരീരത്തില് ന്യൂട്രീഷൻസ് എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്? ശരിയായ രീതിയിൽ ശരീര വളർച്ചയും മെന്റൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ഫുഡ് ആവശ്യമാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ, ഹോർമോൺസിന്റെ ഇതിന് വളർച്ചയ്ക്കും അതിന്റെ പ്രവർത്തനത്തിന്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയുടെ ശരീരത്തിൽ സഫീഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് അടങ്ങിയിരിക്കണം അല്ലെ? കാൽസ്യം അടങ്ങിയിരിക്കണം, ധാരാളം മിനറൽസും സോൾട്ടും അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തിയിരിക്കണം. എന്താണ് മാൽ ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ അഭാവം മൂലം എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് ഒരു കുട്ടി കടന്നു പോകുന്നത്? എന്താണ് മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത്? എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസിന്റെ അഭാവം. ശരിയായ ഷീബ പറയൂ. ശരിയായ അളവില് ന്യൂട്രീഷൻസ് ലഭിക്കാത്തത് മൂലം ശരീരത്തിൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അവസ്ഥ വരുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവസ്ഥ ഉണ്ടാകുന്നത്? ഫുഡ് കഴിക്കാതിരിക്കുമ്പം, പിന്നെ കഴിക്കുന്ന ഫുഡില് ന്യൂട്രീഷൻസിന്റെ അഭാവങ്ങൾ ഉണ്ടാകുമ്പം, പിന്നെ ഫുഡ് ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാത്തത് മൂലം മാൽന്യൂട്രീഷൻസ് ഉണ്ടാകും. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതായിരുന്നു? മെഡിക്കൽ കണ്ടീഷൻസ് മൂലവും എന്താണ് പോഷകാഹാരക്കുറവ് വന്നേക്കാം. ദെൻ
ഒരു കുട്ടി അതല്ലേ എന്തൊക്കെയാണ് എങ്ങനെയാണ് ബാധിക്കുന്നത് ഒരു കുട്ടിയെ? ജോൺസി. അലർജി അങ്ങനെയാണോ? എന്തൊക്കെ കുട്ടിയെ ബാധിക്കുന്നത്? അലർജി ആയി കാണിക്കും. പിന്നെ അതുപോലെ തന്നെ വിഷാദം, വിളർച്ച, വിളർച്ച അനുഭവപ്പെട്ടേക്കാം. ഇമ്മ്യൂണിറ്റി പവർ എന്താണ് കുറവായിരിക്കും ഇത്തരം കുട്ടികളിൽ. പെട്ടെന്ന് കുട്ടികൾക്ക് എങ്ങനെയാണ് അസുഖങ്ങള് പെട്ടെന്ന് പിടിപെടും. ഓക്കെ. കാഴ്ചക്കുറവുണ്ടാവും. കാഴ്ചക്കുറവുണ്ടാകാം. ബലക്കുറവുണ്ടാവും. എന്താണ് വീക്ക്നെസ് ഉണ്ടാവും അല്ലെ? വളർച്ച സ്ട്രെങ്ത് കുറവുണ്ടാകും. പിന്നെന്താണ്? സ്കിൻ പ്രോബ്ലം ഉണ്ടാവും. സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അതെ. കൊഴിയില്, അതുപോലെ മുടി നരക്കില്. ഓക്കെ. കോൺസെൻട്രേഷൻ കുറവുണ്ടായിരിക്കും. കോൺസെൻട്രേഷൻ ഒരു കാര്യം തന്നെ പ്രോപ്പർ ആയിട്ട് എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇത്തരം കുട്ടികൾക്ക് കഴിയില്ല. ഓക്കെ. ഉണ്ടായിരിക്കും. എന്തോ മറവി. ഓക്കെ. പഠിച്ച കാര്യങ്ങൾ എന്താണ് ഓർത്തെടുക്കാനും ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകാം ഇത്തരം കുട്ടികൾക്ക്. ഓക്കെ. എന്താണ് കോൺഫിഡൻസ് ലെവൽ ഇത്തരം കുട്ടികളിൽ കുറവായിരിക്കും. എന്താണ് ബാലൻസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കലോറിയും അടങ്ങിയിരിക്കുന്ന ഫുഡിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? കലോറി വാല്യൂ മാത്രമല്ല ന്യൂട്രീഷണൽ ആയിട്ടുള്ള വാല്യൂ അടങ്ങിയ ഫുഡ്. കലോറി വാല്യൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രിയൻസ് വാല്യൂ ആണ്. ന്യൂട്രീഷണൽ വാല്യൂവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ. എന്തോ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താം. ഫ്രൂട്ട്സ് അല്ലെ? ഇതെല്ലാം വളരെ ധാരാളം ഫുഡ് ഐറ്റംസ് കുട്ടിയുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എന്താണ് ഇത്തരം ഭക്ഷണ രീതികൾ ഉൾപ്പെടുത്തേണ്ടത്. ഇത്തരം ഫുഡ് ഐറ്റംസ് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ MCQ ആൻഡ് അസൈൻമെന്റ് എല്ലാം ഇട്ടേക്കാം ഗ്രൂപ്പില്. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം.